ഹെലൻ 1880 അമേരിക്കയിലെ അലബാമയിലെ ടെസംബിയ എന്ന ചെറിയ പട്ടണത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ഹെലൻ ആഡംസ് കെല്ലർ. ആദ്യം എല്ലാം സാധാരണമായിരുന്നു. പക്ഷേ 19 മാസം പ്രായമായിരിക്കുമ്പോൾ ഒരു കഠിന ജ്വരം അവളെ തൊട്ടുപോയി. അതോടെ ലോകം മുഴുവൻ അവൾക്ക് മാഞ്ഞുപോയി. കാണാനുമില്ല, കേൾക്കാനുമാവില്ല. അവളുടെ ലോകം അന്ന് മുതൽ ഇരുട്ടിലും മൗനത്തിലും മുങ്ങിപ്പോയി. പക്ഷേ ആ ഇരുട്ടിനുള്ളിൽ നിന്ന് തന്നെ അവൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെളിച്ചമായി മാറി. ചെറുപ്പത്തിൽ ഹെലൻ വളരെ ചൊടിയുള്ള കുട്ടിയായിരുന്നു. അവൾക്ക് പറയാനുള്ളത് ഉണ്ടായിരുന്നു, പക്ഷേ അത് വാക്കുകളാക്കാനാവില്ല. അവൾക്ക് കാണാനായില്ല, കേൾക്കാനായില്ല. ഒറ്റപ്പെട്ടതും അസഹായമായിരുന്നു അവളുടെ ലോകം. അവളുടെ മാതാപിതാക്കൾക്കും നിരാശ. ഇവളെ എങ്ങനെ പഠിപ്പിക്കാനാകും എന്നൊരു ഭയം അവരിലുണ്ടായിരുന്നു. അവളുടെ ഉള്ളിലെ ആ നിശബ്ദമായ ലോകം എങ്ങനെ മനസ്സിലാക്കാം? 1887 ഹെലന്റെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നു. ആൻ സുലിവൻ. അവളും കാഴ്ച പ്രശ്നങ്ങളുള്ളയാൾ, പക്ഷേ മനസ്സിൽ വെളിച്ചം നിറഞ്ഞു നിന്ന ഒരു സ്ത്രീ. ആൻ ഹെലനെ കൈ പിടിച്ച് പഠിപ്പിച്ചു. കണ്ണുകളില്ലാതെ കാണാനും കാതുകളില്ലാതെ കേൾക്കാനും കഴിയുന്ന ഒരു ഭാഷയിൽ. അത് സ്പർശത്തിന്റെ ഭാഷ. അവൾ വാക്കുകൾ കയ്യിൽ എഴുതി കൊടുക്കും. മറ്റേ കൈയിൽ ഹെലൻ അതിന്റെ അർത്ഥം തൊട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു ദിവസം ആൻ സുലിവൻ ഹെലന്റെ കയ്യിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കെ മറ്റേ കൈയിൽ വാട്ടർ എന്ന് സ്പെല്ലിംഗ് ചെയ്തു. ആ നിമിഷം ഹെലന്റെ ഉള്ളിൽ ഒരു വെളിച്ചം പൊട്ടിത്തെറിച്ചു. അവൾ മനസ്സിലാക്കി, ഈ തണുത്ത ദ്രവം വെള്ളമാണ്. അത് അവളുടെ ജീവിതത്തിലെ ജനന നിമിഷമായിരുന്നു. അന്നുമുതൽ അവൾ ലോകം പഠിക്കാൻ തുടങ്ങി. കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും അല്ല, മനസ്സിലൂടെയും ഹൃദയത്തിലൂടെയും. ഹെലൻ പിന്നീട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അവൾ ബ്രെയിൽ ലിപി പഠിച്ചു, പുസ്തകങ്ങൾ വായിച്ചു, കത്തുകൾ എഴുതിയിരുന്നു. റാഡ്ക്ലിഫ് കോളേജിൽ നിന്ന് ബിരുദം നേടി. ലോകത്ത് ആദ്യമായി കാണാനോ കേൾക്കാനോ കഴിയാത്ത ഒരാൾ എന്ന നിലയിൽ അവൾ എഴുത്തുകാരിയും പ്രഭാഷകയും സാമൂഹ്യ പ്രവർത്തകയുമായി മാറി. ലോകമെമ്പാടും അവൾ മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശം പകർന്നു. ഹെലൻ കെല്ലർ ഇന്ന് പ്രചോദനത്തിന്റെ മറ്റൊരു പേരാണ്. അവൾ നമ്മെ പഠിപ്പിച്ചു, ജീവിതത്തിൽ ഇരുട്ടും മൗനവും എത്രയുണ്ടായാലും മനസ്സിൽ വെളിച്ചം തെളിഞ്ഞാൽ അത് മതിയെന്ന്. അവളുടെ വാക്കുകൾ ഇന്നും ഹൃദയത്തിൽ മുഴങ്ങുന്നു. The best and most beautiful things in the world cannot be seen or even touched. They must be felt with the heart. അത് തന്നെയാണ് ഹെലൻ കെല്ലറിന്റെ ജീവിതം. ഇരുട്ടിനും മൗനത്തിനും അപ്പുറം ഒരു വെളിച്ചത്തിന്റെ യാത്ര.